നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള താരമാണ് ദിലീപ്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. നടി മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ദിലീപിൻ്റെ വ്യക്തി ജീവിതം സാമൂഹ്യ മാധ്യമങ്ങളിലെ സ്ഥിരം ചർച്ചാ വിഷയമായി മാറുന്നത്. വിവാഹബന്ധം വേർപിരിഞ്ഞതിന് പിന്നാലെ നിരവധി ഗോസിപ്പുകൾ ദിലീപിൻ്റെ പേരിൽ വന്നു. നടി കാവ്യ മാധവനുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകളായിരുന്നു ഏറെയും. ഒടുവിൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന അഭ്യൂഹങ്ങൾ ശരിയായി. കാവ്യയെ ദിലീപ് വിവാഹം കഴിച്ചു. അതിനുശേഷമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടന്റെ പേരും ഉയർന്നു വന്നത്. കേസ് അദ്ദേഹത്തിന്റെ കരിയറിലും സാരമായി ബാധിച്ചു. സിനിമയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി പേരാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നത്. നല്ലൊരു സൗഹൃദം എല്ലാവരുമായി കാത്തു സൂക്ഷിക്കാറുള്ള താരം കൂടിയാണ് ദിലീപ്. ഇപ്പോഴിതാ ഗോകുലം ഗോപാലന്റെ ഗോകുലം പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷത്തിൽ ഇത്തവണ അതിഥിയായി എത്തിയിരിക്കുകയാണ് മലയാളികളുടെ ജനപ്രിയ നായകൻ. ഗോകുലം ഗോപാലനുമായുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് ചടങ്ങിൽ മുഖ്യാതിഥിയായി ദിലീപ് എത്തിയത്. തന്റെ അടുത്ത സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലനാണെന്നും അതുകൊണ്ട് തന്നെ ക്ഷണം തള്ളിക്കളയാൻ ആയില്ലെന്നും ദിലീപ് പറഞ്ഞു. മറ്റുള്ള എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് താൻ കോഴിക്കോടേക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയെന്നും ദിലീപ് ചടങ്ങിൽ സംസാരിക്കവേ പറഞ്ഞത്. ഇന്നത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ എല്ലാം കൊണ്ടും ഭാഗ്യവാന്മാരാണെന്നും താരം ചടങ്ങിൽ പ്രസംഗിക്കവേ പറഞ്ഞു. ഒപ്പം സ്കൂൾ കാലത്തെ അനുഭവങ്ങളും താരം പങ്കിട്ടു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു എനിക്ക്. എന്നാൽ വളർന്നു കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ കാണാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ സ്കൂൾ ഞാൻ നന്നായി എൻജോയ് ചെയ്തില്ലല്ലോ എന്നുള്ള തോന്നൽ എനിക്ക് വന്നു തുടങ്ങിയത്. ഒരു മനുഷ്യായുസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് സ്കൂൾ കാലഘട്ടത്തിലാണ്. എങ്ങനെയാണ് ഗോപാലേട്ടൻ മനസ്സുകൊണ്ട് ചെറുപ്പമായിരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ചെറുപ്പമാണ്. നമ്മൾ നരച്ച മുടി കറുപ്പിക്കുന്നത് പോലെ അദ്ദേഹം കറുത്ത മുടി നരപ്പിച്ചതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രത്തോളം ചെറുപ്പം അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു. ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാനാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിന്റെ വിഷനാണ്. മാത്രമല്ല, അഭിനയിക്കണമെന്ന ആഗ്രഹം ഇപ്പോൾ സാധിച്ചെടുക്കുന്നുമുണ്ട്. പഴയ തലമുറയേക്കാൾ ഇന്നത്തെ തലമുറയ്ക്കുള്ള പ്രത്യേകത എല്ലാവരും ടാലന്റഡ് ആണ് എന്നതാണ്. ഞാൻ നേരത്തെ സിനിമയിൽ വന്നത് നന്നായി എന്നാണ് ഇന്നത്തെ കുട്ടികളുടെ ടാലന്റ് കാണുമ്പോൾ എനിക്ക് തോന്നാറ്. ഈ പ്രായം നിങ്ങൾ എൻജോയ് ചെയ്യണമെന്നാണ് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ഇന്നിവിടെ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റി അയക്കപ്പെടുന്നത് തലച്ചോറാണ്. പുറത്തേക്ക് പഠിക്കാനും മറ്റു പോകുന്നവർ ഇപ്പോൾ തിരികെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നില്ല. അങ്ങനെ വന്നാലേ നമ്മുടെ ഭാരതം ഉയരൂ എന്നും ദിലീപ് പറഞ്ഞു. താനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ദിലീപ് വിദ്യാർത്ഥികളോട് സംസാരിച്ചു. തൻ്റെ അച്ഛൻ തന്നോട് ഒട്ടും സൗഹൃദത്തോടെ പെരുമാറിയിട്ടില്ലെന്നും അടുത്തിടപഴകി വന്നപ്പോഴേക്കും അച്ഛൻ തന്നെ വിട്ടു പോയി എന്നുമാണ് ദിലീപ് പറഞ്ഞത്. അച്ഛൻ എന്നോട് ഫ്രീ ആയി ഇടപഴകിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം അച്ഛനോട് എനിക്ക് എപ്പോഴും ഭയമായിരുന്നു. അച്ഛൻ എന്നെ നോക്കി വല്ലപ്പോഴുമാണ് ചിരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നത് എൻ്റെ സുഹൃത്തുക്കളെ പോലെയാണ്. അതുകൊണ്ട് തന്നെ അവർ എന്തും എൻ്റെ അടുത്ത് വന്ന് തുറന്നു പറയും. മക്കൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ ഞാൻ വീണ്ടും ചെറുപ്പമാകുമെന്നും ദിലീപ് പറയുന്നു. അതേസമയം ബാന്ദ്ര എന്ന ചിത്രമാണ് നടന്റേതായി ഒടുവിൽ പുറത്തെത്തിയത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. രാമലീല എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ദിലീപും അരുൺ ഗോപിയും ഒന്നിച്ചെത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത്. എന്നാൽ പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാൻ ചിത്രത്തിനായില്ല എന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.